പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം കണ്ണീരോടെ വിട ചൊല്ലി. മാനവികതയുടെ മഹാഗോപുരമായി, ആശ്വാസത്തണലായി, ധൈര്യമായി നിന്ന ലോകത്തിന് നേതൃത്വം നൽകിയ ഒരാൾ ഓർമ്മകളിലേക്ക് മായുമ്പോൾ ഈ കാലുഷ്യത്തിന്റെ കാലത്ത് അത്താണിയറ്റവൻ വീണ്ടും ഒറ്റയ്ക്കാകുന്നു. ജനസാഗരമാണ് വലിയ ഇടയനെ യാത്രയാക്കാനായി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് ഒഴുകിയെത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചടങ്ങിനൊടുക്കം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ഒരുക്കിയ ഖബറിടത്തിൽ ഫ്രാൻസിസ് പാപ്പ അന്ത്യവിശ്രമം പുലുകി. ലോകം പക്ഷേ വത്തിക്കാനിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. പുതിയ പാപ്പയ്ക്കായുള്ള കാത്തിരിപ്പാണിനി. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ പുതിയ ആത്മീയ നേതാവ് ആരായിരിക്കും എന്ന ആകാംക്ഷയിലാണ് ക്രൈസ്തവ ലോകം. ആർക്കൊക്കെയാണ് നിലവിൽ സാധ്യതയെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കണം. അതിനു മുമ്പ് പുതിയ പോപ്പിനായുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകളും വിവിധ ഘട്ടങ്ങളും വിശദമായി ഒന്ന് നോക്കാം. എന്നോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് അജി കുഞ്ഞുമോൻ കൂടി ചേരും. വെൽക്കം അജി. ഇനിയിപ്പോൾ ക്രൈസ്തവ ലോകം മാത്രമല്ല, ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരായിരിക്കും പുതിയ പോപ്പ് എന്നറിയാനാണ്. ഇതിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട ചൊല്ലിയതിന് പിന്നാലെ തന്നെ അതിന് നടപടികളിലേക്ക് വത്തിക്കാനിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? തീർച്ചയായും 267 മാർപ്പാപ്പ ആരാണ്, സാർവത്രിക സഭയെ നയിക്കാൻ ആരാണ് വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ലോകം ഒന്നടങ്കം തന്നെ. അതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ആരാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. മാർപ്പാപ്പയെ ഗ്രാഫിക്സുകളുടെ സഹായത്തോടു കൂടി തന്നെ വിശദമായതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ശരി, പുതിയ പോപ്പിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കേണ്ടത്. അതിന്റെ പ്രക്രിയകളും ഘട്ടങ്ങളുമാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. കോൺക്ലേവ് 28-ന് തുടങ്ങും. മെയ് 10-നകം പുതിയ പോപ്പ്. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകരുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ഈ കോൺക്ലേവ് എന്നുള്ളതായിരിക്കും. ഈ കോൺക്ലേവ് ആണ് പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. എന്താണ് കോൺക്ലേവ്? കോൺക്ലേവ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ 240 വരുന്ന കർദിനാൾമാർ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് കോൺക്ലേവ് എന്നുള്ളത്. ഈ കോൺക്ലേവിനകത്താണ് ഈ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ നടക്കുന്നത്. നിലവിൽ 240 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ കർദിനാൾമാരാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. 240. അതിൽ 138 കർദിനാൾമാർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. 80 വയസ്സിന് മുകളിലുള്ള കർദിനാൾമാർക്ക് വോട്ടവകാശമില്ല. അവർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞു വരുന്ന 138 പേരുടെ കോൺക്ലേവ് ഓൾറെഡി തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ്, ഡിസൈഡഡ് ആയ ഒന്നാണ്. അതെ, അതായത് 80 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാം. അതിൽ കേരളത്തിൽ നിന്നുള്ള 2 പേരുണ്ട്. ഒന്ന് സിറോ മലബാർ സഭയിൽ നിന്നും ജോർജ് കൂവക്കാട്. അദ്ദേഹം വത്തിക്കാനിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മാർപ്പാപ്പയുടെ ഓഫീസിന്റെ കാര്യാലയത്തിന്റെ സെക്രട്ടറി ആയിരുന്നു, അവിടെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. 2 മലങ്കര കത്തോലിക്ക സഭയുടെ മെത്രാപ്പോലിത്തയായ ബസോലിയോസ് മാർ ക്ലീമീസ് കർദിനാൾ ബാബയാണ്. ഇവർക്ക് 2 പേർക്കുമാണ് കേരളത്തിൽ നിന്നും വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. മെയ് 10-നകം പുതിയ പോപ്പ് എന്നതാണ്. നമുക്കൊരു നിശ്ചിത കാലയളവോ ടൈം പീരീഡോ അതിലൊരു വ്യക്തത കുറവുണ്ട്. പക്ഷേ മെയ് 10-നകം പുതിയ പോപ്പ് വരും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനം, സഭയുടെ വിശ്വാസികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന് പറയുന്ന പേര്, മാർപ്പാപ്പ ഇരിക്കുന്ന കസേരയുടെ പേര് സിംഹാസനം എന്നാണ്. പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒഴിഞ്ഞുകിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിനു ശേഷം മാർപ്പാപ്പയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ഥാനിക മോതിരം ചുറ്റിക കൊണ്ട് കർദിനാൾ ഫാരലിംഗോ, അദ്ദേഹമാണ് ഈ വത്തിക്കാന്റെ സ്വത്ത് വകകളുടെയൊക്കെ ചുമതല വഹിക്കുന്ന കർദിനാൾ. അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ചുമതല മൊത്തം. അദ്ദേഹം ചുറ്റിക കൊണ്ട് ഈ സ്ഥാനിക മോതിരം ഉടച്ചു കളയും. അപ്പോൾ മുതൽ പത്രോസിന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കും. സഭയ്ക്ക് നാഥനില്ല. അപ്പോൾ ഒരു തീരുമാനമുണ്ട്. ഭരണഘടന അനുസരിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ, നിശ്ചിത ദിവസത്തിനുള്ളിൽ പുതിയ പോപ്പിനെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിക്കണമെന്നാണ്. ശരി, മെയ് 10-നകം പുതിയ പോപ്പ് വരും. ഇനി നേരത്തെ അജി സൂചിപ്പിച്ചത് തന്നെയാണ്, 80 വയസ്സിൽ താഴെയുള്ള 124 കർദിനാൾമാർ എന്നാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തത്. കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. പക്ഷേ 134 124 കർദിനാൾമാരാണ് നിലവിലുള്ളത്. ഇതിൽ ചെറിയൊരു ക്ലാരിറ്റി ഉണ്ട്. അതായത് ഈ കർദിനാൾമാരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയതായി നിയമിച്ച കൂവക്കാട് ഉൾപ്പെടെയുള്ള 51 നിയുക്ത കർദിനാൾമാരുണ്ട്. ആ കർദിനാൾമാരും കൂടി ഈ ലിസ്റ്റിൽ വരുമ്പോഴത്തേന് അത് 130-ൽ പരം കവിയും. അത് ഏകദേശം അതിലും കുറേ ഈ പറയുന്ന പ്രായത്തിന്റെ ഇളവുകളൊക്കെ വന്ന് നമുക്ക് എത്ര ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കോൺക്ലേവിന്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ ഒരു പക്ഷേ മറ്റന്നാളായിരിക്കും അതിന്റെ പ്രഖ്യാപനം നടക്കുന്നത്. അപ്പോൾ വ്യക്തത. ശരി, എന്തായാലും ഇപ്പോൾ 124 എന്നൊരു ഡിജിറ്റിൽ നമുക്ക് നിൽക്കാം. ശരി, സിസ്റ്റൈൻ ചാപ്പലിൽ തയ്യാറെടുപ്പ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പും നടക്കുന്നത്. അപ്പോൾ തയ്യാറെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ആ തയ്യാറെടുപ്പ്? സിസ്റ്റൈൻ ചാപ്പൽ ഇപ്പോൾ നിലവിൽ മാർപ്പാപ്പ സഭയുടെ ഒരു പരമാധ്യക്ഷൻ മരിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല.
ഡാവിഞ്ചി വരച്ച അനേകം ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്നത്. ഈ സിസ്റ്റൈൻ ചാപ്പലിനകത്തേക്ക് പൊതുജനങ്ങൾക്ക് നിലവിൽ പ്രവേശനമില്ല. അവിടെ മാർപ്പാപ്പ വരച്ചു കഴിഞ്ഞപ്പോഴത്തേന് അത് ചാപ്പൽ പൂർണ്ണമായും അടച്ചു. ഈ ചാപ്പലിലേക്കായിരിക്കും കർദിനാൾമാർ വരുന്നത്. കർദിനാൾമാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ഇതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അകത്ത് നടക്കുന്ന ഒരു കാര്യവും പുറം ലോകം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. ശരി, അതിൻ്റെ ഒരു പ്രത്യേക ടേം ഉണ്ടോ തോന്നുന്നു, ലാറ്റിൻ ഭാഷയിലാണെന്ന് തോന്നുന്നു. കർദിനാൾമാരുടെ സത്യപ്രതിജ്ഞ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ 124 കർദിനാൾമാരും ഒരു രഹസ്യ സത്യവാചകം ചൊല്ലണം അല്ലേ? ഈ സിസ്റ്റൈൻ ചാപ്പലിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ കർദിനാൾമാരുടെ കൂട്ടായ്മയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പുറം ലോകത്തോട് ഞാൻ പറയില്ല. അത് ബൈബിളിൽ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് വലിയ രഹസ്യ സ്വഭാവത്തോടു കൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ രഹസ്യ സ്വഭാവത്തോടു കൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് ആണ് കർദിനാൾമാർ അത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് നീതിയുക്തമായിരിക്കണം അവരുടെ തീരുമാനം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്. എക്സ്ട്രാ ഓംനസ് വോട്ടെടുപ്പ് ആരംഭിക്കും. എക്സ്ട്രാ ഓംനസ് ആണെന്ന് തോന്നുന്നു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം. പുറത്തേക്ക് ഒരു രഹസ്യവും പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ വോട്ടെടുപ്പിന്റെ പ്രക്രിയ പറയുകയാണെങ്കിൽ 134 കർദിനാൾമാരുടെ പേര് നമ്മൾ പറയുന്നു. 126 കർദിനാൾമാരാണ് പങ്കെടുക്കുന്നതെങ്കിൽ ആ 126 കർദിനാൾമാർക്കും പരസ്പരം ആരെ വേണമെങ്കിൽ മാർപ്പാപ്പയായി നിർദ്ദേശം ചെയ്യാമെന്നുള്ളതാണ്, നാമനിർദ്ദേശം നൽകാമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പല ഊഹാപോഹങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വത്തിക്കാൻ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അനേക മാർപ്പാപ്പമാരുടെ പേര്, കർദിനാൾമാരുടെ പേര്, ഒപ്പം തന്നെ ആഫ്രിക്കൻ വംശജായ കർദിനാൾമാർ. നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളൊക്കെ സാധ്യതയുള്ള 8-10 ആളുകളുടെ പേര് കൊടുക്കുന്നുണ്ടല്ലോ. ആ പേര് തന്നെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആരും ആകാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പോപ്പ് എമിരിറ്റസ് രാജിവെച്ചതിന് ശേഷം അന്ന് കർദിനാളായ ബൽഗേറിയോ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം അവിടേക്ക് ഈ സെന്റ് സ്റ്റീഫൻ ചാപ്പലിലേക്ക് വരികയാണ്. അവിടെ വന്ന സമയത്ത് മാധ്യമങ്ങളൊക്കെ ഈ സാധ്യത പ്രവചിക്കപ്പെടുന്ന കർദിനാൾമാരുടെ അഭിമുഖം ബൈറ്റ് എടുക്കാൻ ഓടിപ്പായുകയാണ്. ഈ നമ്മുടെ കർദിനാളായ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ സമയത്ത് വളരെ എളിമയോടുകൂടെ ഒരു ബാഗും പിടിച്ച സൈഡിൽ കൂടെ പോവുകയാണ്. മാധ്യമങ്ങൾ പ്രവചിച്ച ആരും തന്നെയല്ല വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രഹസ്യ സ്വഭാവത്തോടുകൂടെ നടക്കുന്നു. ഈ പ്രവചനങ്ങൾക്കപ്പുറമാണ് നടക്കുന്ന യാഥാർത്ഥ്യം. ശരി. ദിവസം 4 വോട്ടെടുപ്പുകൾ വരെ നടക്കും. 3/2 ഭൂരിപക്ഷം വേണം. 3/2 ഭൂരിപക്ഷം വേണമെന്ന് പറയുമ്പോൾ 124 കർദിനാൾമാരാണെന്ന് വെക്കുക ഒരു ഡിജിറ്റ്. അങ്ങനെയെങ്കിൽ 3/2 എന്ന് പറയുമ്പോൾ ഒരു 55 വോട്ട് നേടുന്ന ആൾ മാർപ്പാപ്പയാകുമെന്നുള്ളതാണ്. പക്ഷേ ഇതെന്താണ് ഈ ദിവസം 2 വോട്ടെടുപ്പ് ഈ റൗണ്ടുകളാണ്. ഇപ്പോൾ ഒന്നാം റൗണ്ടിൽ ഇപ്പോൾ ഈ 124 കർദിനാൾമാർ ഒന്നാം റൗണ്ടിൽ അവരുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കും. ആ പേപ്പറിനകത്ത് വാചകം ഇങ്ങനെയാണ്: പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി പോപ്പായി ഇന്ന ആളെ ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേപ്പർ കൊടുക്കും. ആ പേപ്പറിനകത്ത് ഇവർ പേര് വ്യക്തമായി തന്നെ എഴുതും. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് വേണമെങ്കിൽ സേഫുവിനെ നാമനിർദ്ദേശം ചെയ്യാം, സേഫുവിന് തിരിച്ച് എന്നെയും നാമനിർദ്ദേശം ചെയ്യാം, എനിക്ക് എന്നെയും നാമനിർദ്ദേശം ചെയ്യാം. അപ്പോൾ അങ്ങനെ അതെനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ കഴിയുക. അപ്പോൾ അങ്ങനെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നു. നാമനിർദ്ദേശം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാലറ്റിലേക്ക് ഇട്ട് ഒന്നാം റൗണ്ടിൽ ഒരു പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 55 വോട്ട് ആർക്കും നേടാൻ കഴിയില്ല. അവിടെയാണ് കർദിനാൾമാർ അവരുടെ പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഒന്നാം റൗണ്ടിൽ ഏറ്റവും കൂടുതൽ വോട്ട്, ഉദാഹരണം ഞാൻ പറയുകയാണ്, സേഫു PC-ക്ക് 40% വോട്ട് കിട്ടി. അപ്പോൾ കർദിനാൾമാർ തീരുമാനിക്കുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടി. രണ്ടാം റൗണ്ട് ആദ്യത്തെ വോട്ട് ആർക്കും തുല്യമായി കിട്ടിയിട്ടില്ല, 55 വോട്ട് ആർക്കും കിട്ടിയിട്ടില്ല. ശരി, രണ്ടാം റൗണ്ടിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ വോട്ട് ഒരു പക്ഷേ സേഫു PC-ക്ക് കിട്ടുകയും സേഫു PC-യെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ റൗണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് വരെ ആദ്യ 2 റൗണ്ടുകളിൽ ഒരിക്കലും തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പോലും 1 റൗണ്ടുകൾക്ക് അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, അടുത്ത പോയിന്റിലേക്ക് വന്നാൽ വോട്ടെണ്ണൽ. ഇനി എങ്ങനെയാണ് വോട്ടെണ്ണൽ എന്നതിലേക്കാണ് വരേണ്ടത്. അപ്പം ബാലറ്റ് പേപ്പർ വഴിയാണ് വോട്ടെടുപ്പ്. ഓരോ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ ബാലറ്റ് മുഴുവൻ കത്തിക്കും അല്ലേ? അങ്ങനെ തീർച്ചയായും. ആദ്യ റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ പുറത്ത് ഒരു പുകക്കുഴലുണ്ട്. ആ പുകക്കുഴലിനകത്തൂടി കറുത്ത പുക വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വരണം, വിശദമായി തന്നെ വരണം. അതിനു മുമ്പ് ഈ വോട്ടെണ്ണൽ സ്വാഭാവികമായും ഓരോ റൗണ്ട് കഴിയുമ്പോഴും
വോട്ടെണ്ണിയിട്ട് ബാലറ്റ് പേപ്പർ കത്തി. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സംഭവം. അല്ല, ഈ കത്തിക്കുന്ന പ്രക്രിയയാണ് ഈ പറയുന്നത്. ഓക്കെ, യെസ്, നമുക്ക് വന്നു കഴിഞ്ഞു. ശരി, ഇനി സമ്മതം ചോദിക്കൽ, വെളുത്ത പുകയും കറുത്ത പുകയും. എങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു നിശ്ചിതയാൾക്ക് കൂടുതൽ വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് സമ്മതം ചോദിക്കുന്ന ഒരു ചടങ്ങ് അല്ലേ? അതിനു മുൻപാണ് ഉള്ള അതായത് 55 വോട്ട് കിട്ടി. 55 വോട്ട് കിട്ടിയതിനു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക്, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഫയർലിംഗോ, കർദിനാൾ ഫയർലിംഗോയുടെ പേര് തന്നെ ഞാൻ പറയുകയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് മാർപ്പാപ്പയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം നയതന്ത്ര കാര്യാലയത്തിലെ വിദഗ്ധനാണ്, സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഫയർലിംഗോ അത്രയേറെ ഈ കർദിനാൾമാർക്കിടയിൽ സ്വാധീനമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് മാർപ്പാപ്പയുടെ ഗണത്തിലേക്ക് ആരും പറഞ്ഞു കേൾക്കുന്നതുമില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരു പക്ഷേ നിർദ്ദേശിക്കുകയാണെങ്കിൽ 55% വോട്ട് കിട്ടി, 55 വോട്ട് കിട്ടി, അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ചില രാസപ്പൊടികളുണ്ട്. ആ പൊടികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുന്ന പ്രക്രിയ. ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുമ്പോൾ വെള്ളപ്പുക, അതായത് വെള്ളപ്പുക വരണമെന്നുണ്ടെങ്കിൽ അതിൽ രാസ പദാർത്ഥങ്ങളുണ്ട്, കെമിക്കൽ പദാർത്ഥങ്ങൾ. ആ പദാർത്ഥങ്ങൾ കത്തിക്കുമ്പോൾ വെള്ളപ്പുക വരും. വെള്ളപ്പുക വന്നു കഴിയുമ്പോൾ മാർപ്പാപ്പയെ ലഭിച്ചു, കത്തോലിക്ക സഭയ്ക്ക് മാർപ്പാപ്പയെ ലഭിച്ചു എന്നർത്ഥം. അതായത് അകത്ത് നടന്ന സിസ്റ്റൈൻ ചാപ്പലിൽ നടന്ന വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയായി, സഭയ്ക്ക് മാർപ്പാപ്പയെ കിട്ടി. ഒപ്പം തന്നെ ഈ സമ്മതം കിട്ടി, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് സമ്മതിച്ചു, ഞാൻ അധ്യക്ഷനാകാൻ സമ്മതിച്ചു എന്നുള്ള എല്ലാം നടപടിക്രമങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ വെളുത്ത പുക വരുന്നത്. കറുത്ത പുക വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി സംശയം. കറുത്ത പുക ആർക്കും തുല്യമായി വോട്ട് കിട്ടിയിട്ടില്ല. ഒന്നാം റൗണ്ടിൽ ആർക്കും കിട്ടിയിട്ടില്ല, രണ്ടാം റൗണ്ടിലും ആർക്കും കിട്ടിയില്ല. ഓരോ റൗണ്ട് കഴിയുമ്പോഴും പുക കത്തിക്കും. കറുത്ത പുകയാണ് ഉയരുന്നതെങ്കിൽ ആ കറുത്ത പുക ഈ ബാലറ്റ് പേപ്പറുകൾ, അത് ഇത്രയും കർദിനാൾമാരുടെ ബാലറ്റ് പേപ്പറിലെടുത്ത് പ്രത്യേക രാസപദാർത്ഥങ്ങൾ ചേർത്തുകൊണ്ട് ഇത് കത്തിക്കുമ്പോൾ കറുത്ത പുക വരികയാണ്. കറുത്ത പുക വന്നു കഴിഞ്ഞാൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടില്ല, വീണ്ടും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 2 തവണയാണ് കറുത്ത പുക വന്നത്. ആദ്യ 2 തവണയും അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് 2 തവണ കറുത്ത പുക വന്നു, പിന്നെ അവസാനമാണ് വെളുത്ത പുക വന്നത്. നമുക്ക് ഈ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആകെ മനസ്സിലേക്ക് വരുന്നത് വെളുത്ത പുകയും കറുത്ത പുകയും, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുകളിൽ ഉയരുന്ന കറുത്ത പുകയും വെളുത്ത പുകയും. അപ്പോൾ പ്രേക്ഷകർക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഈ കറുത്ത പുകയും വെളുത്ത പുകയും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഒരു വേഗത്തിലുള്ള വിവരണം. അത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അല്ല വരുന്നത്, സിസ്റ്റൈൻ ചാപ്പലിലാണ്. സിസ്റ്റൈൻ ചാപ്പലാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കൽ ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്സിൽ കാണുന്നത് പോലെ പുതിയ പാപ്പ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നു. ശരി, അങ്ങനെ സിസ്റ്റൈൻ ചാപ്പലിൽ വെളുത്ത പുക ഉയരുന്നു, ഒരാളെ തെരഞ്ഞെടുക്കുന്നു, അദ്ദേഹത്തോട് സമ്മതം ചോദിക്കുന്നു. അതിനുശേഷമുള്ള അവസാനത്തെ കടമ്പ, അവസാനത്തെ നടപടി എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ബാൽക്കണിയിൽ പുതിയ പോപ്പ് പ്രത്യക്ഷപ്പെടും. അതിനു മുൻപ് ഒരു ചെറിയ ചടങ്ങുകൂടുണ്ട്. അതായത് പുതിയ പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതിന് മുൻപ് കർദിനാൾ സംഘത്തിന് ഒരു ഡീനുണ്ട്. ഡീൻ എന്ന് പറയുന്നത് കർദിനാൾമാരുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു അധ്യക്ഷനെയാണ് ഡീൻ എന്ന് പറയുന്നത്. ഡീൻ വന്നിട്ട് ബാൽക്കണിയിൽ ലാറ്റിൻ ഭാഷയിൽ അമ്യൂസ് പാപ്പ എന്നാണ് പറയുന്നത്. അമ്യൂസ് പാപ്പ എന്ന് പറയും. അമ്യൂസ് പാപ്പ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പോപ്പിനെ ലഭിച്ചിരിക്കുന്നു, ഒരു പാപ്പയെ കിട്ടിയിരിക്കുന്നു, സഭയ്ക്ക് ഒരു പാപ്പയെ കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കർദിനാൾ ബെൽഗീരിയോ എന്നാണത് പറയുന്നത്. അതിനുശേഷം ഈ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ആളോട് ചോദിക്കും, താങ്കൾക്ക് ഏത് പേരിലാണ് പോപ്പായി അറിയപ്പെടാൻ ആഗ്രഹമെന്ന് ചോദിക്കും. അത് ഈ കറുത്ത പുക വെളുത്ത പുക വരുന്നതിന് മുൻപ്, അല്ല, ഈ വെളുത്ത പുക വരുന്നതിന് മുൻപ് പേര് തീരുമാനിക്കണം. നമ്മുടെ ഇപ്പോൾ അന്തരിച്ച പോപ്പിന് ഫ്രാൻസിസ്, അതെ, അതായത് അന്തരിച്ച മാർപ്പാപ്പയുടെ പേര് ബെൽഗീറിയോ എന്നാണ്, കർദിനാൾ ബെൽഗീറിയോ ആണ്. കർദിനാൾ ബെൽഗീറിയോയുടെ മാർപ്പാപ്പ, ആ പേര് മാർപ്പാപ്പയുടെ ജന്മപ്പേരാണ് ബെൽഗീറിയോ. മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് കത്തോലിക്ക സഭയിലെ വിശുദ്ധനായിട്ടുള്ള സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ പേരാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് സെന്റ് ഫ്രാൻസിസിന്റെ പേര് തിരഞ്ഞെടുത്തു. ഫ്രാൻസിസ് എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് മാമോദീസയിലൂടെ ക്രൈസ്തവരുടെ വിശ്വാസങ്ങൾക്ക് ചാത്തുന്നതാണ് മാമോദീസ. മാമോദീസയോടെ ലഭിച്ച പേരല്ല പറയുന്നത്, മറിച്ച് നമുക്ക് പോപ്പായിരിക്കുന്ന സമയത്ത് മറ്റൊരു പേരാണ്. പേര് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷമാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മട്ടുപ്പാവിൽ ബാൽക്കണിയിൽ പുതിയ പോപ്പ് പ്രത്യക്ഷപ്പെടുന്നത്. മെയ് 10 തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒരാൾ കർദിനാൾ പോപ്പായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ഇത് മറ്റ് സമവായ ഇതിൽ ഒരുപാട് ചർച്ചകളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ മെയ് ആദിവാരം തന്നെ പുതിയ പോപ്പിനെ നമുക്ക്. താങ്ക് യു അജി. എന്തായാലും ഇതാണ് ആ നടപടിക്രമങ്ങൾ, അതിന്റെ പ്രക്രിയകൾ, വോട്ടെടുപ്പ് ഒക്കെ സങ്കീർണമായ ഘട്ടങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മെയ് 10 പുതിയ പാപ്പ
സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിലവിൽ ആർക്കും പാപ്പയാവാം എന്നുള്ളതാണ് അജി കുഞ്ഞുമോൻ നേരത്തെ വിശദീകരിച്ചത്. 124 പേർക്ക് ആർക്കും ആവാം. പക്ഷെ എപ്പോഴും മാധ്യമങ്ങളൊക്കെ ഒരു 8-10 പേർക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്.